ഈശോ നമ്മളെ വീണ്ടും വചനത്തിലേക്ക് വിളിച്ചതിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം. ഈശോ നമ്മളെ ഓരോരുത്തരെയും ഇന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് തിരുവചനത്തിൽ നിന്നിട്ട് ഏശയ്യായുടെ പുസ്തകത്തിലെ 40-ാം അധ്യായത്തിലെ 31-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. വിശ്വസിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിസ്സാര പ്രശ്നങ്ങൾ പോലും നമുക്കെല്ലാവർക്കും ഭയങ്കര നിരാശ വളർത്തുന്ന ഒരവസ്ഥയാണ്. നമ്മളെ തന്നെ പലരും വിലയിരുത്തി കാണും. ഞാനൊരു പാവം മനുഷ്യനാണ്, എന്നെ എന്താ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ തിരുവചനം പറയുന്നു, ഹൃദയം മറ്റൊന്നിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായി ഞാൻ നിന്റെ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ജെറമിയയുടെ പുസ്തകത്തിലെ 7-ാം അധ്യായത്തിലെ 9 മുതൽ 10 തിരുവചനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഹൃദയങ്ങളെ പരിശോധിക്കുന്ന കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയെങ്കിൽ, അങ്ങനെ നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ആ ഞെട്ടലോടെ ആ സത്യം മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഒരു പാവമല്ല, നമ്മൾ ഓരോരുത്തരും ഭയങ്കരം തന്നെയാണ്. കാരണം അഹങ്കാരമാണ് നിരാശയുടെയും തൊട്ടാവടി സ്വഭാവത്തിൻ്റെയും എല്ലാം പിന്നിലുള്ള സത്യം. ദൈവത്തിന് മുമ്പിലെ ഏറ്റവും വലിയ തിന്മ അഹങ്കാരമാണ്. അത് ദൈവത്തിനെതിരായ ഒരു വെല്ലുവിളി തന്നെയാണ്, മർത്തലിക്കലുമാണത്. തന്നിൽ തന്നെയുള്ള ആശ്രയത്വവും ദൈവത്തിലുള്ള വിശ്വാസം ഇല്ലായ്മയാണ് എന്തുള്ളത് നിരാശയിലേക്ക് നമ്മളെ നയിക്കുന്നത്. ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ അഹങ്കാരി നിരാശപ്പെടുകയും എളിമയുള്ളവർ ദൈവത്തിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. എന്തുണ്ടാവും? പാപത്തിൽ വീണു പോകുന്ന അഹങ്കാരി കുറ്റബോധത്തിൽ നീറി പിടയും. എളിമയുള്ളവർ പശ്ചാത്താപത്തിലൂടെ സമാധാനം വീണ്ടെടുക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ പരാജയങ്ങളും വഴിമുട്ടലുകളും എല്ലാം ഒരുവനെ സത്യത്തിൽ തകർക്കുന്നത് പ്രത്യുത നമ്മളെ ഓരോരുത്തരുടെയും നിരാശയാണ്. എത്ര വലിയ പരാജയത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ സർശക്തനായ ദൈവത്തിന് നമ്മളെ സഹായിക്കാനായിട്ട് കഴിയും. അവിടുന്ന് അസാധ്യ കാര്യങ്ങളുടെ ദൈവമാണ്. പക്ഷേ നാം ദൈവത്തിൽ ശരണപ്പെടുകയും ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കാനുള്ള അവസരം നമുക്ക് നഷ്ടപ്പെട്ടു പോവുക തന്നെ ചെയ്യും. ഹൃദയത്തിലെ അഹങ്കാരമാണ് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നത്. എളിമയുള്ളവൻ മാത്രമേ ദുരന്തങ്ങളിൽ ദൈവത്തിനെ വിളിച്ച് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. എളിമയുള്ള ഹൃദയത്തിൽ അല്ലെങ്കിൽ ഹൃദയത്തെ മുറിപ്പെടുത്തുക വിഷമമാണ്. നമ്മുടെ ഉള്ളിൽ ഞാൻ നിറഞ്ഞു നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ വാക്കും നോട്ടം എല്ലാം നമ്മെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തുന്നത് ഞാനൊരു ഹതഭാഗ്യയാണ്, എല്ലാവരും എന്നെ വെറുക്കുന്നു, എനിക്ക് അർഹമായ അംഗീകാരം തരുന്നില്ല തുടങ്ങിയ ചിന്തകൾ താലോലിക്കുന്നവർ കൂടുതൽ സ്വാർത്ഥതയുള്ളവരായിരിക്കും. സ്വാർത്ഥതയും അഹങ്കാരത്തിൻ്റെ മറ്റൊരു വശം മാത്രമാണ്. വാശി, വൈരാഗ്യം, കോപം, വെറുപ്പ് ഇവയും അഹങ്കാരത്തിന് വേരൂന്നിരിക്കുന്ന അവസരങ്ങളാണ്. എല്ലാ പുണ്യങ്ങളും എളിമയിലാണ് ഊന്നി നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പുണ്യങ്ങളും നമ്മുടെ എളിമയിലാണ് നമുക്ക് ഊന്നി നിൽക്കാൻ സാധിക്കുക. എല്ലാ തിന്മകളും അഹങ്കാരങ്ങളും ആത്മീയ യാത്രയിൽ വഴിതെറ്റാതിരിക്കാനും ഇടറി വീഴാതിരിക്കാനും എളിമയുടെ പരിശീലനം നമുക്ക് കിട്ടിയേ തീരൂ. എളിമയുടെ ഈ അവസരം
ഈ ക്രിസ്തുമസിൻ്റെ കാലഘട്ടത്തിൽ തമ്പുരാൻ കർത്താവ് ശൂന്യവൽക്കരിച്ചുകൊണ്ട് എളിമയുടെ പ്രതീകമായിട്ട് തന്നെ മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിക്കാൻ പോകുന്ന ആ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനും അതിനുവേണ്ടി ഒരുക്കുവാനും നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കാം നമ്മളെ ഓരോരുത്തരെയും. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ അതിനുള്ളതാക്കി ദൈവം നമ്മളെ ഓരോരുത്തരെയും മാറ്റട്ടെ. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. കർത്താവേ, അങ്ങ് സകലത്തിൻ്റെ നാഥനായിരുന്നിട്ടും എളിമയോടെ വെറും ഒരു മനുഷ്യനായി ഭൂമിയിൽ ജന്മമെടുത്തു. ഒന്നുമില്ലാത്തവനായിരുന്നിട്ടും എന്തെങ്കിലും ആണെന്നുള്ള ഞങ്ങളുടെ ചിന്തയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ചെറുതായിക്കൊണ്ട് വലുതായവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുത്തെ ജനനവും ജീവിതവും മരണവും ധ്യാനിച്ചുകൊണ്ട് എളിമയുടെ ചൈതന്യം സ്വന്തമാക്കാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.